ഇന്ന് നമുക്ക് ചുരിദാറിൻ്റെ ഒരു വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ഒരു ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി 2 ടൈപ്പിലുള്ള മെറ്റീരിയൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ചുരിദാർ സെറ്റ്സാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഷോപ്പിൻ്റെ പേര് എയിൻസ് എന്നാണ്. എയിൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കോതമംഗലത്ത് നിന്ന് മൂന്നാറിന് പോകുന്ന ഹൈവേ സൈഡ്. കോതമംഗലം ടൗണിൽ നിന്ന് ഒരു 2 to 3 കിലോമീറ്റേഴ്സേ ഉള്ളൂ നമ്മുടെ ഷോപ്പിലേക്ക്. അപ്പോൾ ഡയറക്റ്റ് എയിൻസിൽ വന്നാലും നമുക്കിത് കളക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം. വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പറും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ 3 പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത്. സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ. തേർഡ് വിന്നർ ബീന മാത്യു. ഈ 3 പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. നമ്മൾ എല്ലാ മാസവും നറുക്കിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിന്നറാകുക. താങ്ക് യു. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ ബാന്തിനി ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇത് നല്ലൊരു കംഫർട്ട് തരുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിന് അത്യാവശ്യം തിക്നെസ്സും ഉണ്ട്. ചെറിയൊരു ലൈനിങ് കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. നല്ല മെറ്റീരിയലാണ്, ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 990 ആണ്. ഇതിൻ്റെ ലെങ്ത് വരുന്നത്, ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് 44 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പം കുറച്ചുകൂടെ ഹൈറ്റ് വേണം എന്നുള്ളവർക്ക് നമ്മളിവിടെ ഒരു പീസ് വെച്ച് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ല മെറ്റീരിയലും ഇടാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ എപ്പോഴും നമുക്ക് ഈ ഒരു സെറ്റൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ലെങ്ത് എപ്പോഴും ആ ഒരു 44 വരുള്ളൂ. ഇതിൻ്റെ ഉണ്ട് ദുപ്പട്ട വരുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു കോട്ടൺ മെറ്റീരിയലിൽ. ഇത് കോട്ടൺ എന്ന് പറഞ്ഞാൽ അല്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആട്ടോ. നല്ലൊരു, എന്നാൽ അല്പം ഒരു ഫ്ലോയി ആയിട്ട് കിടക്കുകയും ചെയ്യും. ഭയങ്കര ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയലും അല്ല. അതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് വരുമ്പോൾ ഇതാണ് ബോട്ടത്തിൻ്റെ പീസ്. അപ്പോൾ ബോട്ടത്തിൻ്റെ പീസ് വേണമെങ്കിൽ നമുക്കിങ്ങനെ യോക്കിലൊക്കെ കൊടുത്തിട്ട് താഴേക്ക് അങ്ങനെ ചെയ്താലും ഇത് നല്ല സെറ്റാണ്. ഇത് അടിപൊളി സെറ്റാണ്. 990 ആണ് റേറ്റ്. അടുത്തത് വരുന്ന അതിൻ്റെ മെറൂൺ ജസ്റ്റ് യോക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഇടാനും. ഈ ഡോട്ട് ഡിസൈൻ വരുന്നതുകൊണ്ട് യോക്കിൽ നമുക്ക് ആ സെപ്പറേറ്റ് പീസ് ആ ഡിസൈൻ കൊടുത്തിട്ട് ഇത് താഴേക്ക് വെച്ചൊക്കെ ചെയ്താലും നല്ല ഭംഗിയാണ്. ദുപ്പട്ട വരുമ്പോഴും ദുപ്പട്ട നല്ല രസമുള്ള ദുപ്പട്ട. 990. അടുത്ത് വരുന്ന അതിൻ്റെ കോഫി ബ്രൗൺ ദുപ്പട്ട ഇങ്ങനെ വരും. അടുത്തത് വരുന്നത് അതിൻ്റെ നല്ലൊരു റെഡിൻ്റെ ഒരു ടോൺ. അതായത് ഈ ഭയങ്കര തെളിഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് റെഡ് അല്ല കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. ദുപ്പട്ട അടുത്തത് വരുന്നത് നമുക്ക് ജോർജറ്റ് മെറ്റീരിയലിൽ ഇതൊരു ഒലിവ് ഗ്രീൻ്റെ ഒരു ഡാർക്കർ ടോൺ ജോർജറ്റ് മെറ്റീരിയൽ. ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ എംബ്രോയിഡറി വർക്ക്, യോക്കിൽ ഇതേപോലെ ഒരു എംബ്രോയിഡറി വർക്ക്, ചിക്കൻ വർക്ക് പാറ്റേൺ. അതേപോലെ ഫ്രണ്ട് പോർഷനിലും ഇതുപോലെ വർക്ക് വരും. 1690. ഇതിൻ്റെ ബോട്ടം സെയിം ടോണിൽ വന്നിരിക്കുന്ന ബോട്ടം അറ്റാച്ച്ഡ് ആണ്. 1690.
ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെ ബോത്ത് സൈഡ്സ് ഇതേപോലെ സ്കാലപ്പ് ആൻഡ് എംബ്രോയ്ഡറി വർക്കും ബോഡിയിലും ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അടുത്ത് വരുന്ന അതിൻ്റെ നല്ലൊരു ഒരു യെല്ലോ, ഹൽദിക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ടോൺ. ഒരു മാംഗോ യെല്ലോ എന്ന് പറയാം, അതേപോലത്തെ ഒരു യെല്ലോ കേട്ടോ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇത് വരുമ്പോൾ ഡാർക്ക് പർപ്പിൾ, ഫുൾ നമുക്ക് യോക്ക് ആ ഒരു ചിക്കൻ വർക്ക് വന്നിട്ട് ഫുൾ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്, ജോർജറ്റ് മെറ്റീരിയലാണ്. സെയിം ടോണിൽ വരുന്ന ബോട്ടും അറ്റാച്ച്ഡ് ആണ്. അടുത്തത് വരുന്നത് ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ്, പീകോക്ക് ബ്ലൂ ബോട്ടം, അടുത്ത് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക്, നല്ലൊരു പിങ്ക് ടോൺ ദുപ്പട്ട ആൻഡ് ബോട്ടം. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നീ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചു തരിക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.